ഹായ്. ക്ഷമിക്കാം, പക്ഷെ മറക്കണമോ? നമ്മെ വേദനിപ്പിച്ച ഒരാളോട് നാം ക്ഷമിച്ചാലും അവർ ചെയ്ത കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ലെങ്കിൽ നാം ശരിക്കും ക്ഷമിച്ചിട്ടില്ലേ? പലപ്പോഴും ഒരു വലിയ ചോദ്യമായത്. കേൾക്കാൻ എളുപ്പമുള്ള വാക്കാണ് ക്ഷമിക്കുക, പക്ഷേ അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. പലരും പറയാറുണ്ട് ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. പക്ഷെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ക്ഷമിക്കുക എന്ന് പറയുന്നത് നമുക്ക് മറവിരോഗം വരുന്നു എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നെല്ലാം പോയി എന്നല്ല അർത്ഥം. വേദനയുടെ ഓർമ്മകൾ നമുക്കുണ്ടെങ്കിലും ചിലരുടെ വായിൽ നിന്ന്, ചില വാക്കുകളിൽ നിന്ന്, ചില പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ വേദനിപ്പിച്ചവർ, നമുക്കെതിരെ അപവാദം പറഞ്ഞവർ, നമ്മളെ ഉൾപ്പെടുത്തിയവർ, നമ്മളെ ചതിച്ചവർ, നമ്മളെ ഒറ്റപ്പെടുത്തിയവർ, അവിശ്വസ്തത കാണിച്ചവർ, വാസ്തവത്തിൽ ഇതൊക്കെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവുകളും ഭാരങ്ങളും ഉണ്ടാക്കിയ വിഷയമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ നന്മകൾക്ക് തടസ്സമാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ വേദനയുടെ മുറിവുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഉണ്ടെങ്കിലും പക്ഷേ ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കരുത്. അങ്ങനെ ഹൃദയത്തെ നിയന്ത്രിച്ചാൽ നമുക്ക് അവരോട് പകയുണ്ടാകും, വൈരാഗ്യമുണ്ടാകും, തീർത്താ തീരാത്ത കയ്പുണ്ടാകും. അത് നമ്മുടെ ആത്മീയത്തെ ബാധിക്കും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും. ക്ഷമിക്കുക എന്ന് പറയുന്നത് നീ ചെയ്ത തെറ്റിനെ ഞാൻ ഇനി എൻ്റെ ഹൃദയത്തിൽ വിഷമായിട്ട്, ഒരു വൈരാഗ്യമായിട്ട്, ഒരു പകയായിട്ട് സൂക്ഷിക്കത്തില്ല എന്ന് പറയുന്നൊരു തീരുമാനമാണ്. നീ ചെയ്ത കാര്യത്തോട് ഞാൻ ക്ഷമിക്കുന്നു. ആ വിഷയത്തിൽ പൂർണ്ണമായും ആ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല ഹൃദയത്തിൽ നിന്ന്. അതിനർത്ഥം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നല്ല, പകരം ആ സംഭവത്തെ വീണ്ടും വീണ്ടും നമ്മൾ ഹൃദയത്തിലെടുത്ത് വൈരാഗ്യബുദ്ധിയോടെ, പകയോടെ മനസ്സിൽ വെച്ച് പെരുമാറത്തില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ക്ഷമിക്കുക, ഹൃദയത്തിനകത്ത് വിഷയത്തെ നമ്മൾ വിട്ടുകളയാൻ തയ്യാറാകുക, അവിടെയാണ് ഒരു ആത്മീകൻ ഉളവാകുന്നത്. പ്രസംഗമോ അല്ല യാഥാർത്ഥ്യം. പ്രസംഗത്തെക്കാൾ ശക്തിയാണ് നമ്മൾ ആ വിഷയത്തെ റിയൽ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്, ചെയ്യുന്നത്, പ്രാവർത്തികമാക്കുന്നത്. അവരുടെ പാപങ്ങളെ ഞാൻ ഇനി ഓർക്കയില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്. അതിനർത്ഥം ദൈവം പറയുന്ന ആശയം എന്താണ്? ക്ഷമിക്കപ്പെട്ട പാപത്തെ വീണ്ടും ഒരു കുറ്റമായി ആരുടെ മേൽ? നീതീകരിക്കപ്പെട്ടവരുടെ മേൽ ദൈവം ചുമത്തുകയില്ല എന്നതാണ് പറയുന്നത്. അതിനാൽ ഓർക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള കയ്പിൽ നിന്ന്, ആ പിണക്കത്തിൽ നിന്ന്, ആ വൈരാഗ്യത്തിൽ നിന്ന് ആ വ്യക്തിയെ നമ്മൾ ഫ്രീ ആക്കുകയാണ്. നമ്മളെ വേദന വിട്ടുകളയും. നമ്മളും ആ വിഷയത്തോട് ബന്ധപ്പെട്ട വേദന നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആകും. പക്ഷെ വെളിപ്പെട്ട കടന്നുപോയ അനുഭവങ്ങൾ മറക്കരുത്. കാരണം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങളാണ്. മറ്റുള്ളവരോട് മനസ്സിൽ വെച്ച് പെരുമാറരുത്. അതൊരു ആത്മീക ലക്ഷണമല്ല. പലപ്പോഴും നമുക്കെല്ലാം മറക്കാൻ കഴിയാതിരിക്കാം, പക്ഷേ നമുക്ക് ഹൃദയത്തിൽ നിന്ന് കയ്പും വൈരാഗ്യബുദ്ധിയും പകയും പിണക്കവും വിട്ടുകളഞ്ഞ് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കാൻ കഴിയുന്നിടത്താണ് ഹൃദയത്തിൻ്റെ യഥാർത്ഥ സൗഖ്യം നമ്മൾ ആരംഭിക്കുന്നത്. ക്ഷമയെന്ന് പറയുന്നത് ഓർമ്മ നഷ്ടപ്പെടലല്ല. ഓർമ്മയുണ്ടെങ്കിലും മുറിവിൻ്റെ അടിമയാകാതെ, പകയുടെയും വൈരാഗ്യത്തിൻ്റെയും പിണക്കത്തിൻ്റെയും അടിമയാകാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ക്ഷമയിൽ ലഭിക്കുന്നത്. വാത്സല്യ പ്രിയമുള്ളവരെ, ഈ നിമിഷം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ചെറിയ സന്ദേശം
അനുഗ്രഹമായി മാറട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കും.